ഹായ് ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റിൽ ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ചപ്പാത്തിക്കും പൊറോട്ടക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോളിഫ്ലവർ റെസിപ്പിയാണ്. അപ്പോൾ ശരി, എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻസെക്റ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാനുണ്ട്. ഇനി അതല്ല, നമുക്ക് ചൂടുവെള്ളത്തിൽ കുറച്ച് തിളപ്പിച്ചിട്ട് 10 മിനിറ്റോളം തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറുതാക്കിയിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇതിൽക്കും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ തിളപ്പിച്ച വെള്ളത്തിൽ ഞാൻ കുറച്ച് നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ നമുക്ക് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം. ഇനി അതൊരു 15 മിനിറ്റോളം ആ വെള്ളത്തിൽ അങ്ങനെ കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അടിപൊളിയായിട്ട് കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് 2 സ്പൂണോളം മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ശേഷം 1 സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്, ഇന്ന് കളറിനൊക്കെ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണോളം ഗരം മസാല, പിന്നെ 1/4 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഫുഡ് കളറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ കളറ് മിക്സ് ആക്കി കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ശേഷം കുറച്ചും കൂടി നമുക്ക് നോർമൽ വെള്ളം കുറച്ചും കൂടി ആഡ് ആക്കിയിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ആയിരിക്കണം. ഉപ്പോ എരിവോ എന്തെങ്കിലും കൂടുതലോ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സാക്കി വെക്കാം. ഇനി നമ്മുടെ കോളിഫ്ലവർ ഒരു 10-15 മിനിറ്റോളം ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് ചെറുതായി വെന്തിട്ടുണ്ട്. പിന്നെ അതിൽ ആ ഉപ്പിട്ട് കാരണം കുറച്ച് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. മസാലയിലുള്ള ഉപ്പ് നമുക്ക് പെട്ടെന്ന് ഈ കോളിഫ്ലവറിലേക്ക് പെട്ടെന്ന് പിടിക്കില്ല. അപ്പോൾ അതിന് കാരണം നമ്മൾ ആ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അതിൽ കിടന്നിട്ട് അതിൽ പിടിക്കുകയും ചെയ്യും. ഇനി നമുക്കതൊന്ന് വാർത്ത് വെച്ചതിന് ശേഷം ഇതിലോട്ട് മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ കൂടുതൽ കുറച്ച് നേരം നമുക്കിത് ഇരിക്കും തോറും ഒന്നും കൂടി ടേസ്റ്റൊക്കെ കൂടും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. നമ്മുടെ വീട്ടിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ കുട്ടികളെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റും കേട്ടോ. ഇതപ്പോൾ ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിത് കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ ഒരു കോൺഫ്ലവറും ഒക്കെ ചേർത്ത് കാരണം പെട്ടെന്ന് തന്നെ ഒരു എണ്ണ പിടിക്കുകയൊന്നുമില്ല കേട്ടോ. മസാലയിൽ നമുക്ക് നന്നായിട്ട് കോളിഫ്ലവർ പിടിച്ചിട്ടുണ്ടാവും, അതുപോലെ എണ്ണ പിടിക്കില്ല. ഇനി നമുക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ പരന്ന ഒരു പാൻ ആയിരിക്കും നമുക്ക് ഒരുപാട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 വട്ടമായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറേ നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇത് റെഡിയായി കിട്ടും. ഇനി തിരിച്ചു മറിച്ചിട്ടൊക്കെ ഒന്ന് നമ്മൾ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ അടിപൊളി കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ കോരുന്ന ടൈമിലുണ്ടല്ലോ, ആ ടൈമിൽ നമുക്ക് കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് കോരി എടുക്കണം കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ എണ്ണയിൽ കടന്നിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് നമ്മൾ എണ്ണ പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കോരി എടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് തൊലിയോട് കൂടിയിട്ട് അതിനെ കുറച്ച് വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്താൽ. അപ്പോൾ അതൊരു മസ്റ്റാണ് കേട്ടോ ഈ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണേ, അല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പി അല്ലേ.
പിന്നെ ഒരു പ്രത്യേക കാര്യം, കോളിഫ്ലവർ ആയതുകൊണ്ട് ഫ്രൈ ചെയ്തിട്ട് ആ ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യണം. എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ള ഒരു പ്രചോദനം ഉണ്ടാകുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂലേ? ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അപ്പോൾ നല്ലൊരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. താങ്ക് യു.